എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മുരിങ്ങയിലയും കൂർക്കയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സിമ്പിൾ തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും മുരിങ്ങയില എടുക്കാം. മുരിങ്ങയില മരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തണ്ടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്നും ഊരിയെടുത്തതാണ്. ഇതിലുള്ള ചെറിയ ചെറിയ തണ്ടുകളൊക്കെ നമുക്കാവുന്ന അത്രയും അത് അടർത്തി മാറ്റി കളയണം. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കൂർക്ക എടുത്ത് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയിലയും കൂർക്കയൊക്കെ എടുക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ. പ്രത്യേകിച്ച് അതിന് അളവുകളൊന്നുമില്ല. കൂർക്കയ്ക്ക് ഒരുപാട് വേഗമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിൽ മതിയാകും. ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. വേഗം വെച്ചിരുന്ന കൂർക്ക ഇടയ്ക്കൊന്ന് തുറന്ന് വെന്തോന്ന് നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതാ കൂർക്ക ഒരു 3/4 വേഗം ആയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലേക്ക് ഒന്ന് ആവി അടിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് പാത്രം മൂടി വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് മുരിങ്ങയിലയിൽ നന്നായിട്ട് ആവി കയറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മുരിങ്ങയില നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തോളൂ. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത് അതിന് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചിക്കി തോർത്തിയെടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുന്നതിലാണ് ഈ തോരൻ്റെ ഒരു ടെക്സ്ചർ ഉള്ളത്. അപ്പം നല്ല രീതിയിൽ ഇതേപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ മുരിങ്ങയില വെന്ത് വരുമ്പോൾ കട്ട പിടിക്കുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ കൂർക്കയ്ക്ക് പകരം നമ്മൾ ഇതിനകത്ത് ചക്കക്കുരു ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇലകളെല്ലാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഗുണങ്ങളുള്ള മുരിങ്ങയില കൂർക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.